കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി ചേട്ടന് ശേഷം അനിയത്തിയും എത്തി. പ്രിയങ്ക തിരുവനന്തപുരത്താണ് വന്നത്. തിരുവനന്തപുരത്തും ചിറയൻകീഴിലും കൊല്ലത്തുമൊക്കെ പ്രിയങ്ക പ്രസംഗിക്കുകയും ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്ന് ആക്രമിച്ചുകൊണ്ടായിരുന്നു പ്രിയങ്കയുടെ പ്രസംഗങ്ങളെല്ലാം. പശ്ചിമേഷ്യൻ പ്രശ്നത്തിൽ മോഡി സർക്കാർ സ്വീകരിക്കുന്ന നയം അവിടെയുള്ള ഇന്ത്യക്കാർക്ക് സുരക്ഷ നൽകുന്നില്ലെന്നും മോദി നട്ടലില്ലാത്ത ഒരു ഭീരുവാണെന്നും പ്രിയങ്ക പറയുന്നു. പ്രധാനമന്ത്രി മോദി അമേരിക്കയ്ക്കും ഇസ്രയേലിനും മുന്നിൽ തലകുനിച്ചു. നമ്മുടെ ഊർജ്ജ സുരക്ഷ അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുത്തു. മോദി ഭീരുവാണ്. ഇന്ത്യക്ക് വേണ്ടി നിവർന്നു നിൽക്കാനുള്ള ധൈര്യം മോദിക്കില്ല. എപ്സ്റ്റീൻ ഫയൽസിൽ പേരുള്ളത് കൊണ്ടാണ് ഈ ഭയമെന്നും പ്രിയങ്ക പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ ബി ടീം ആണെന്നും പ്രിയങ്ക പറയുന്നു. കേരള മുഖ്യമന്ത്രിക്ക് മാത്രം എങ്ങനെയാണ് പരിഗണന ലഭിക്കുന്നത്? ശബരിമലയിൽ കൊള്ളയടിച്ചിട്ടും അന്വേഷണം ഇല്ല. ഇടത് നേതാക്കൾക്ക് മാത്രം എന്താണ് പ്രത്യേകത? കേരളത്തിന് ഒരു പുതിയ സർക്കാർ ആവശ്യമാണെന്നും പ്രിയങ്ക ചിറയൻകീഴിൽ പറഞ്ഞു. കേരളത്തിൽ പഠിച്ചിറങ്ങുന്നവർക്ക് തൊഴിൽ കിട്ടാത്ത അവസ്ഥയാണെന്ന് പറഞ്ഞ പ്രിയങ്ക ആശാ സമരത്തെ പറ്റിയും പ്രസംഗത്തിൽ പറഞ്ഞു. സർക്കാർ ആശാ സമരക്കാരുടെ ശബ്ദം അടിച്ചമർത്തി. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ മാത്രം അവരെ കണ്ടു. ആശാ വർക്കർമാർക്ക് ചെറിയ വേതനം മാത്രമാണ് ഉള്ളത്. മത്സ്യത്തൊഴിലാളികൾക്കും ദുരിത ജീവിതമാണ്. എംപിമാർക്ക് പലതും ചെയ്യണം എന്നുണ്ട്. പക്ഷേ സംസ്ഥാന സർക്കാർ അവസരം നൽകുന്നില്ല. 10 വർഷമായിട്ടും ഈ സർക്കാർ ഒന്നും നൽകിയില്ല. നമ്മുടെ സഹോദരങ്ങൾക്ക് ജോലി തേടി വിദേശത്ത് പോകേണ്ട അവസ്ഥയാണെന്നും പ്രിയങ്ക പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ മോദിക്കെതിരെ പോരാടുന്നുവെന്ന് പറയുമ്പോൾ തനിക്ക് ചിരിയാണ് വരുന്നതെന്ന് പറയുകയാണ് പ്രിയങ്ക. കൊല്ലത്ത് നടന്ന UDFന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിലായിരുന്നു പ്രിയങ്കയുടെ ഈ പ്രതികരണം. മുഖ്യമന്ത്രി BJPയോടൊപ്പം പങ്കുചേർന്നിരിക്കുന്നു. LDFും BJPയും അഴിമതിക്കാരാണ്. പ്രധാനമന്ത്രിയോടൊപ്പം പിണറായി ഡീലുകൾ ഉണ്ടാക്കുകയാണ്. മുഖ്യമന്ത്രി BJPയുമായി രഹസ്യ ധാരണ ഉണ്ടാക്കിയിരിക്കുകയാണ്. മോദി ട്രംപുമായി പല ഡീലുകളും ഉണ്ടാക്കി. ട്രംപിന് മുന്നിൽ തലകുനിച്ച് നിൽക്കുകയാണ് മോദിയെന്നും പ്രിയങ്ക വീണ്ടും പറഞ്ഞു. ചേട്ടൻ പറയുന്ന വിഡ്ഢിത്തരങ്ങൾ അതേപോലെ ആവർത്തിക്കുക എന്നത് മാത്രമാണ് പ്രിയങ്ക റോബർട്ട് ഇപ്പോഴും എപ്പോഴും ചെയ്യുന്നത്. സ്വന്തമായ ആശയങ്ങളോ അഭിപ്രായങ്ങളോ ഉള്ള ആളുകളല്ല ഈ കുടുംബത്തിലെ മൊത്തം ആളുകൾ. അച്ഛൻ, അമ്മുമ്മ, മുത്തച്ഛൻ എന്നിങ്ങനെ പഴയ കാലത്തിൻ്റെ സ്മരണകളിൽ മാത്രമാണ് ഇവരുടെ രാഷ്ട്രീയം നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ എങ്ങും വിജയിക്കാൻ പറ്റിയ സീറ്റ് ഇല്ലാതായപ്പോൾ രാഹുലും പ്രിയങ്കയും കേരളത്തിൽ വന്ന് മത്സരിച്ചു. എന്നിട്ട് ഇവർ എന്തെങ്കിലും എടുത്തു പറയാവുന്ന കാര്യം കേരളത്തിനായി ചെയ്തിട്ടുണ്ടോ? കേരളത്തിന് എന്നത് മാറ്റിവെക്കാം. ദുരന്തത്തിൽപ്പെട്ട വയനാട്ടിനായി പ്രിയങ്ക എന്താണ് ചെയ്തത്? ഒരു കലണ്ടർ അടിച്ച് വിതരണം ചെയ്യുന്നത് മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. വയനാട്ടിനായി കോൺഗ്രസുകാർ പിരിച്ചെടുത്ത കാശ് എവിടെയാണെന്ന് പോലും ഇവർക്ക് അറിയില്ല. പ്രിയങ്കയുടെയും രാഹുലിൻ്റെയും ഓരോ വരവിനും ഓരോ പ്രസംഗത്തിനും കോൺഗ്രസിന് വോട്ടുകൾ കുറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. അതിനിടെ മറ്റൊരു കോമഡി ഷോയും കോൺഗ്രസുകാർ നടത്തിയിരുന്നു. ഇന്നലെ പ്രിയങ്കയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള മരിയാപുരം ശ്രീകുമാറിൻ്റെ ഇംഗ്ലീഷ് പ്രസംഗം നിർത്തിച്ചത് കോൺഗ്രസ് നേതാക്കൾ തന്നെയായിരുന്നു. വികലമായ ഇംഗ്ലീഷിലുള്ള ആ പുകഴ്ത്തൽ പ്രസംഗം നീണ്ടതോടെ ദീപാദാസ് മുൻഷി അടക്കമുള്ള നേതാക്കൾ എഴുന്നേറ്റ് വന്ന് പ്രസംഗം നിർത്തിക്കുകയായിരുന്നു. ശ്രീകുമാറാണെങ്കിൽ അറിയാവുന്ന ഇംഗ്ലീഷ് പ്രയോഗിക്കാൻ കിട്ടിയ അവസരം മുതലാക്കാനാണ് ശ്രമിച്ചത്. എന്നാൽ പ്രിയങ്കയെ പുള്ളിക്കാരൻ ഷീ എന്ന് പറയുന്നതിന് പകരം ഹീ എന്നാണ് ഉടനീളം പറഞ്ഞത്. ഇനി മുടി ക്രോപ്പ് ചെയ്ത് കണ്ട് അദ്ദേഹം തെറ്റിദ്ധരിച്ചതാണെന്നും ചിലർ പറയുന്നുണ്ട്. എന്തായാലും പ്രസംഗം നിർത്തിച്ചത് നന്നായി. അല്ലെങ്കിൽ അത് എവിടെ ചെന്ന് നിൽക്കുമായിരുന്നു എന്ന് മരിയാപുരം ശ്രീകുമാറിന് പോലും അറിയില്ലായിരുന്നു.